മോർണിംഗ്. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഹൗ ടു ഫോം എ കമ്പനി എന്ന ടോപ്പിക്കാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 3 distinct stages. The process of formation of a company consists of 3 stages. First one is promotion, second one is registration and incorporation, and third one is the commencement of business. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ദി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ 3 സ്റ്റേജാണ്. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് ചോദിച്ചാൽ അതാണ് പ്രൊമോഷൻ, രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ, ആൻഡ് മൂന്നാമത്തത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊമോഷൻ. എന്താണ്, വാട്ട് ഈസ് പ്രൊമോഷൻ, ഹൂ ഈസ് എ പ്രൊമോട്ടർ, ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഫസ്റ്റ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് പ്രൊമോഷൻ. Promotion is the first stage in the formation of a company. It is the initial work involved in bringing a business concern into existence and making arrangement for its proper running. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വരുന്ന ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇനീഷ്യൽ വർക്ക്സ്, അതായത് ഒരു ബിസിനസ് രൂപീകരിക്കാൻ വേണ്ടി വരുന്ന ഇനീഷ്യൽ വർക്ക്സിനാണെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വർക്ക്സ് involved in bringing a business concern into existence and making arrangement for its proper running. അല്ലെ, ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ പ്രിലിമിനറി വർക്ക്സ് ഒക്കെ നടത്തുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അതർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നതാണ് ഇവിടെ വരുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. തേർഡ് ടൈം പ്രൊമോഷൻ റെഫേഴ്സ് ടു സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് ബൈ വിച്ച് എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. അല്ലെ, ഒരു ബിസിനസ് നിലവിൽ വരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളുടെയും ടോട്ടൽ ആണെന്ന് പറയുന്നത്, സം ടോട്ടൽ ഓഫ് ദി ആക്ടിവിറ്റീസിനാണെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രൊമോഷൻ മീനിങ് ഓർമ്മിക്കുക. ദെൻ ഡെഫിനിഷൻ ഓഫ് പ്രൊമോഷൻ. ഡിഫൈൻ പ്രൊമോഷൻ. അക്കോർഡിംഗ് ടു ജസ്റ്റൻബർഗ്, പ്രൊമോഷൻ ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് and the subsequent organization of funds, property and managerial ability into a business concern for the purpose of making profit therefrom. അപ്പോൾ ജസ്റ്റൻബർഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, പ്രൊമോഷൻ ഇസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഐഡിയ കണ്ടെത്തുക, ആൻഡ് സബ്സിക്വൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്, അതിനുശേഷം എന്ത് ചെയ്യുക, ഫോളോഡ് ബൈ ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, അതിനാവശ്യമായുള്ള ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട്, ക്യാപിറ്റൽ ഓർഗനൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫണ്ടിനോടൊപ്പം തന്നെ ഫണ്ട്, പ്രോപ്പർട്ടി ആൻഡ് മാനേജറിയൽ എബിലിറ്റി. അല്ലേ, ഫണ്ട് മൊബിലൈസ് ചെയ്യണം, അതോടൊപ്പം തന്നെ അതിനാവശ്യമായുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓർഗനൈസ് ചെയ്യണം, അതുപോലെ തന്നെ മാനേജറിയൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യണം, ഇൻറ്റു മാനേജറിയൽ എബിലിറ്റി ഇൻറ്റു എ ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ദെയർഫ്രം. അല്ലേ, നമുക്കറിയാം ബിസിനസ്സിൻ്റെ ദ പർപ്പസ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ് കൺസേൺ ഇസ് ടു ഏൺ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രൊമോഷൻ ആൻഡ് വാട്ട് ആർ ദി ഡിഫൈൻ പ്രൊമോഷൻ എന്ന ടേം ഓർമ്മിച്ചോടെ വെക്കുക. ദെൻ ഹൂ ഈസ് എ പ്രൊമോട്ടർ. എ പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹൂ ഡസ് ദ നെസസറി പ്രിലിമിനറി വർക്ക്സ് ഇൻസിഡൻറ്റ് ടു ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. അല്ലേ, അപ്പോൾ പ്രൊമോഷൻ വർക്ക് നടത്തുന്ന പേഴ്സണാണെന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊമോട്ടേഴ്സ് ഈസ് ദ പേഴ്സൺ ഹൂ ഡസ് ദി നെസസറി പ്രിലിമിനറി വർക്ക്സ് ഇൻസിഡൻറ്റ് ടു ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ വർക്ക്സ് നടത്തുന്ന വ്യക്തിക്കാണെന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കലി ദ ഫസ്റ്റ് പേഴ്സൺ ഹൂ കൺട്രോൾ എ കമ്പനീസ് അഫയേഴ്സ് ഈസ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ്. അല്ലേ, നമുക്ക് ലിറ്റററി അങ്ങനെ പറയാം, എന്താണ്, ഏറ്റവും ആദ്യം അല്ലെ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ, അല്ലെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, ബർത്ത് സ്റ്റേജിൽ പിന്നെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന വ്യക്തിക്കാണെന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കലി ദ ഫസ്റ്റ് പേഴ്സൺ ഹു കൺട്രോൾ എ കമ്പനീസ് അഫയേഴ്സ് ആർ ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ദേ ഹു ടേക്ക് ദ നെസസറി സ്റ്റെപ്സ് ടു ഇൻകോർപ്പറേറ്റ് ദി company,
provide it with a share and loan capital and acquire the business or property which it is to manage. Okay, അപ്പോൾ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്രൊമോട്ടേഴ്സ് ഹു ടേക്ക് ദ നെസറി സ്റ്റെപ്സ് ടു ഇൻകോർപ്പറേറ്റ് ദ കമ്പനി. കമ്പനിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. ദെൻ പ്രൊവൈഡ് ഇറ്റ് വിത്ത് ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ, ഷെയർ അല്ലെങ്കിൽ മറ്റ് ലോൺ ക്യാപിറ്റലൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നു. ആൻഡ് അക്വയർ ദി ബിസിനസ് ഓർ പ്രോപ്പർട്ടി, ആവശ്യമായുള്ള പ്രോപ്പർട്ടീസ് ഫിസിക്കൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നു. അത് ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, വെൻ ദീസ് തിങ്സ് ഹാവ് ബീൻ ഡൺ ദേ ഹാൻഡ് ഓവർ ദ കൺട്രോൾ ഓഫ് ദ കമ്പനി ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കമ്പനി രജിസ്റ്റർ ചെയ്ത് എല്ലാ പ്രവർത്തനം നടത്തി എന്ത് ചെയ്യാം, ബിസിനസ് ഡയറക്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദെൻ ദീസ് ഇനീഷ്യൽ വർക്ക്സ് ഡൺ ബൈ ദ പേഴ്സൺ ഈസ് നോൺ ആസ് ദി പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ജസ്റ്റിസ് കോക്ബൗൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എ പ്രൊമോട്ടർ ഈസ് വൺ ഹു അണ്ടർടേക്ക് ടു ഫോം എ കമ്പനി വിത്ത് എ റെഫറൻസ് ടു എ ഗിവൺ പ്രൊജക്റ്റ് ആൻഡ് ടു സെറ്റ് ഇറ്റ് ഗോയിങ് ആൻഡ് ഹു ടേക്ക് ദി നെസറി സ്റ്റെപ്സ് ടു അക്കംപ്ലിഷ് ദാറ്റ് പർപ്പസ്. അപ്പോൾ ഡിഫൈൻ പ്രൊമോട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എ പ്രൊമോട്ടർ ഈസ് വൺ ഹു അണ്ടർടേക്ക് ടു ഫോം എ കമ്പനി, അല്ലേ, എന്താ ചെയ്യുക, ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള ടാസ്ക് ഏറ്റെടുത്തു. വിത്ത് എ റെഫറൻസ് ടു എ ഗിവൺ പ്രൊജക്റ്റ്, അല്ലേ, ബിസിനസ് ഐഡിയ ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി സെലക്റ്റഡ് വിത്ത് എ റെഫറൻസ് ടു ഗിവൺ പ്രൊജക്റ്റ് ആൻഡ് ടു സെറ്റ് ഇറ്റ് ഗോയിങ് ആൻഡ് ഹു ടേക്ക് ദി നെസറി സ്റ്റെപ്സ് ടു അക്കംപ്ലിഷ് ദാറ്റ് പർപ്പസ്. ഓക്കെ, ഒരു പ്രൊജക്റ്റ് ഐഡിയ അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് ദെൻ നടപ്പിൽ വരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഹു ഈസ് എ പ്രൊമോട്ടർ ആൻഡ് ഡിഫൈൻ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ നമ്മൾ രണ്ട് ടേം പറഞ്ഞ്, ഫസ്റ്റ് കേസ് പറഞ്ഞത് വാട്ട് ഈസ് പ്രൊമോഷൻ ആൻഡ് ഡിഫൈൻ പ്രൊമോഷൻ. ഓക്കെ, ദെൻ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഡിഫൈൻ പ്രൊമോട്ടേഴ്സ്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് പല രീതിയിലുണ്ട്, 4 ടൈപ്പ് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 4 ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, സെക്കൻഡ് വൺ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, തേർഡ് വൺ എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫോർത്ത് വൺ ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് 4 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, സെക്കൻഡ് വൺ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, തേർഡ് വൺ എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫോർത്ത് വൺ ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് നോക്കുക, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, അല്ലേ. ദ നെയിം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ് ദാറ്റ് then the main profession of this type of persons are to form a company and sell them to people. Okay, നോക്കാം. Professional promoters take the promotion as their profession. They float the company and hand it over to the shareholders or their representatives. Their interest is only in the promotion of a business and not in the running of the ബിസിനസ്, അല്ലേ. അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നതാണ്, അവരുടെ പ്രൊഫഷൻ എന്താണ്, പ്രൊമോട്ടിങ് എ കമ്പനി, അല്ലെ. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ദെയർ പ്രൊഫഷൻ ഈസ് ടു ഫോം എ കമ്പനി, അല്ലേ. ദീസ് പ്രൊമോട്ടേഴ്സ് ടേക്ക് ദി പ്രൊമോഷൻ ആസ് ദെയർ പ്രൊഫഷൻ. ദേ ഫ്ലോട്ട് ദ കമ്പനി, അല്ലേ. ദേ സ്റ്റാർട്ട് ദ കമ്പനി, ദേ രജിസ്റ്റർ ദ കമ്പനി, ദേ സ്റ്റാർട്ട് ദ കമ്പനി. ഫ്ലോട്ട് മീൻസ് സ്റ്റാർട്ട് ദ കമ്പനി ആൻഡ് ഹാൻഡ് ഇറ്റ് ഓവർ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അത് ഷെയർ ഹോൾഡേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. Then their interest is only to promotion of the business, അല്ലേ, not to run the business, അല്ലേ. അവർ ബിസിനസ് ഫോം ചെയ്യുന്നത് എന്തിനാണ്? ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ടു സെൽ ദം ടു ദെൻ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദേ ആർ നോൺ ആസ് ദി പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് കേസ് നോക്കുകയും ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. Occasional promoters do promotional activity whenever they find it an opportunity coming their way. Occasionally ആണ്, അല്ലേ. ഒക്കേഷണലി ആണ്, അല്ലേ. whenever an opportunity coming then they done the promotional activities, അല്ലേ, in order to then use that opportunity. Okay, occasional promoters do promotional activities whenever they find an opportunity coming their way. They do not generally search for opportunities, അല്ലേ. അവർ ഏതാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡിയ സെർച്ച് ചെയ്ത് നടക്കുന്നവരല്ല. എന്ത് ചെയ്യാണ്? whenever an opportunity coming then they promote the business concern. They have their own business or other primary job. അവർക്ക് അവരുടേതായ സെപ്പറേറ്റ് വേറെ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതാണ് മറ്റ് ജോബ് ഉണ്ട്. then they do promotion only when the opportunities is very attractive.
After completing the promotion, they generally return to their main occupation. ഓക്കെ, ഒക്കേഷണലി ആയിട്ട് ഇൻസിഡൻ്റലായിട്ട് എന്ത് ചെയ്യാണ് പ്രൊമോട്ടേഴ്സ് ആവുന്നവരാണ് എന്താ പറയുക ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ ദേ ഡു സം അതർ ജോബ്, ദെൻ വെൻ എവർ എൻ good opportunities coming on their way, then they use that opportunity and start a business concern. Whenever this promotion activities is over, then they return to their job. Okay, such a type of promoters are known as the occasional promoters. And third one, entrepreneur promoters. Entrepreneur promoters, they are both promoters and entrepreneurs. Okay, they conceive idea of a new business unit, do the groundwork to establish it, and subsequently become a part of the management. അല്ലേ, they are the entrepreneur promoters. അല്ലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദെൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സ് അവരാണെന്ന് പറയുക എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ്. അവർ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് ആ ബിസിനസ്സിനെ റൺ ചെയ്യുന്നു അല്ലേ. ഐദർ they alone or along with the some other persons. Okay, that means they become a part of the management of the business concern. ബിസിനസ്സിൻ്റെ പാർട്ടായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, they are entrepreneur promoters. Okay, and fourth one, financial promoters. Okay, financial promoters are undertake the promotion of the company, complete the promotional activities, and then purchase the entire capital of the company promoted. എന്താ പറയുന്നത്, these promoters undertake the promotion of the company, complete the promotional activities, and then purchase the entire capital of the company promoted. അപ്പോൾ ഇവർ പ്രൊമോട്ടേഴ്സ് തന്നെ എന്ത് ചെയ്യും, കമ്പനിയുടെ ഫുൾ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യും. ആൻഡ് ലേറ്റർ ഓൺ ദേ സെൽ ദ ഷെയർ അറ്റ് പ്രോഫിറ്റ്. അവർ ഫുൾ ഷെയർ പർച്ചേസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, അവർ ഷെയർ പ്രോഫിറ്റിന് എന്ത് ചെയ്യും, ഔട്ട്സൈഡേഴ്സിന് സോൾഡ് ചെയ്യും അല്ലേ. ആസ് ദേ പ്രൊവൈഡ് ആൻഡ് ഓഫർ ദി ഫൈനാൻഷ്യൽ സർവീസസ്, ദേ ആർ നോൺ ആസ് ദി ഫൈനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അവർ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ ഫൈനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 4 ടൈപ്പാണ് എന്ത് പ്രൊമോട്ടേഴ്സ് ഉള്ളത്. നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കേസ് പറഞ്ഞത് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, സെക്കൻഡ് വൺ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, തേർഡ് വൺ entrepreneur promoters, and fourth one financial promoters. Okay.